കൂട്ടുകാരെ, അമ്മ എൻ്റെ അടുത്ത് കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. എനിക്ക് ഉത്തരം അറിയാവുന്നതിൻ്റെയൊക്കെ ഞാൻ പറയും, അറിയാൻ പാടില്ലാത്തതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അമ്മ എന്തോ ചോദിക്കാൻ പോകും? ഞാനിപ്പോൾ ചോദിക്കാൻ പോണ 9 ചോദ്യത്തിൻ്റെ ഉത്തരം ഒറ്റ ആൻസറേ ഉള്ളൂ. 9 ചോദ്യത്തിൻ്റെ ഒറ്റ ആൻസറാണ്. ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ നിനക്ക് അറിയാമെങ്കിൽ ശരിയായിരിക്കും. ഒരെണ്ണത്തിൻ്റെ അറിഞ്ഞാലും അതേ പിടിച്ച് നിർത്താം. ഇന്ത്യയുടെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം. രണ്ടാമത്തെ ചോദ്യം, 2 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം. 2 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പഞ്ചാബിൻ്റെ ഹരിയാനയുടെയും തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം. ഇനി മൂന്നാമത്തെ ചോദ്യം, അറിയാൻ മേലല്ല രണ്ടും. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം. ഇനി നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം. അഞ്ചാമത്തെ ചോദ്യം, ടെറസ്ഡ് ഗാർഡൻ, സുഖ്ന കൃത്രിമ തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ടെറസ്ഡ് ഗാർഡൻ, സുഖ്ന കൃത്രിമ തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തെ ചോദ്യം, പഞ്ചാബിൻ്റെയും ഹൈക്കോടതിയുടെയും പൊതു തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം. 6 ചോദ്യം ചോദിച്ചിട്ട് നിനക്ക് അറിയാൻ പാടില്ല ആൻസർ. പഞ്ചാബിൻ്റെയും ഹൈക്കോടതിയുടെയും പൊതു തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം. ഇനിയത്തെ ചോദിച്ചാൽ ചിലപ്പോൾ നിനക്ക് മനസ്സിലാവും. ഇന്ത്യയുടെ റോസ് നഗരം. ചണ്ഡീഗഡ് ശരിയാണ്. ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡ് തന്നെ. അതെ. മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ചണ്ഡീഗഡ്. ഇപ്പം ഈ 9 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നാണ്, ചണ്ഡീഗഡാണ്. മനസ്സിലായോ? അടുത്ത ചോദിക്കുമോ?